സെയ്ദ് മസൂദ് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ബെൻസ് കാറിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു. ബോണറ്റിൽ വെച്ചിരുന്ന കണ്ണടയും എടുത്ത് സ്റ്റീഫൻ എസ് ക്ലാസ്സിനുള്ളിലേക്ക് കയറുന്നു. സെയ്ദ് വിനീത വിധേയനെ പോലെ മുൻസീറ്റിൽ കയറി. തുടർന്ന് വലിയ സംഘം കമാൻഡോകളുടെ അകമ്പടിയോടുകൂടി വാഹനം മഞ്ഞു പുതച്ച ഹൈബീരിയൻ എയർ സ്ട്രിപ്പിലൂടെ പുറത്തേക്ക് പോയി. വണ്ടിക്കുള്ളിൽ വെച്ച് സെയ്ദിൻ്റെ കണ്ണുകളിൽ ലക്ഷ്യം തിളങ്ങി. അയാൾ പോക്കറ്റിൽ കിടന്ന തോക്കിൽ വിരലെത്തിച്ചു. സെയ്ദിൻ്റെ മസ്തിഷ്കവും അലേർട്ടായി. വികാരത്തിനപ്പുറം വിചാരമുണർന്നു. തൻ്റെ കമാൻഡിനായി കാത്തു നിൽക്കുന്ന കമാൻഡോ സംഘം തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അയാൾ ഓർത്തു. സെയ്ദ് തോക്കിൽ നിന്നും പതിയെ കയ്യമകത്തി. സ്റ്റീഫൻ നെടുമ്പള്ളിയെ കൊല്ലാൻ സമയമായില്ല. അങ്ങനെ വാഹനം കോസ്മയാക്കിലെ മഞ്ഞു പുതച്ച കുന്നിൻ മുകളിലെ കൊട്ടാര സദൃശ്യമായ വില്ലയിലേക്ക് കടന്നു. പടിക്കൽ വെച്ച് സെക്യൂരിറ്റി പിൻവാങ്ങി. സ്റ്റീഫൻ സെയ്ദിനെ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. സെയ്ദും കൂട്ടാളികളും സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് സല്യൂട്ട് നൽകി പിരിഞ്ഞു. സെയ്ദ് ഔട്ട് ഹൗസിലേക്ക് കയറിപ്പോയി. സോറി, എന്നെ കൊണ്ട് കൊല്ലാൻ സാധിച്ചില്ല. ഷിറ്റ്, നിനക്ക് രക്ഷപ്പെടാനുള്ള ആളും വണ്ടിയും എത്തിച്ച് ഞങ്ങൾ കാത്തിരിക്കുവായിരുന്നല്ലോ. It was not the right time and place. He is still my commandant Balram. What if I shot? എന്റെ കമാൻഡന്റ് മരിച്ചാൽ എന്റെ അസിസ്റ്റൻസിന് ഞാൻ എന്ത് കമാൻഡ് കൊടുക്കും? ഇതുപോലെ ക്ലോസ് റേഞ്ചിൽ കിട്ടിയിട്ടും See the reality, Balram. We are all part of this mafia. രാംദാസിനെ കൊന്നിട്ട് എവിടെ വരെ പോകും? ഫേഡർ is killed. അബ്ദുൽ ഗഫൂർ is killed. നമ്മുടെ എത്ര കാലത്തെ പകയാണ്. ഇറ്റ്സ് മൈ റിവഞ്ച്. ഐ വിൽ സീ ഹിം കിൽഡ്. സ്റ്റീഫൻ നെടുമ്പള്ളി, AKA രാംദാസ്, CID രാംദാസ്. അതെ, എന്റെ അപ്പനെ കൊന്ന CID രാംദാസിനെ ഞാൻ കൊല്ലും, കൊന്നിരിക്കും. ഞാൻ ഗോവർദ്ധൻ. ലൂസിഫറിലെ പോലെ തന്നെ നമുക്ക് ചുരുളഴിക്കാം. ലൂസിഫറിലെ ഞാൻ ഹിന്ദുക്കളുടെ മഹിരാവണൻ, മുസ്ലിമിന്റെ ഇബ്ലീസ്, ക്രിസ്ത്യാനിയുടെ ലൂസിഫർ എന്നെല്ലാം പറഞ്ഞത് മഹാബോറും മണ്ടത്തരവുമായിപ്പോയെന്ന് ആദ്യമേ ഞാൻ ഏറ്റുപറയട്ടെ. ഈ സമുദായക്കാരെ സുഖിപ്പിച്ചാലേ കച്ചവടം നടക്കൂ എന്നുള്ള ബയാസിൽ നിന്നാണ് ആ വാചകങ്ങളുണ്ടായത്. സത്യം പലപ്പോഴും പറയാൻ മതം ഒരു വിലങ്ങുതടിയാണ്. യഥാർത്ഥ തട്ടിപ്പുകാരെല്ലാം എന്നും മതത്തെയും ദൈവത്തെയും കൂട്ടുപിടിക്കുന്നവരാണ്. അപ്പോൾ യഥാർത്ഥ ചൂഷകർ മറഞ്ഞിരിക്കുമല്ലോ. ആര് നമ്മളെ ചൂഷണം ചെയ്യുന്നുവോ അവരുടെ മുമ്പിൽ വിധേയപ്പെട്ട് മൂളുന്ന ആ വാക്കില്ലേ, എംബ്ര എംപുര, ഈ കഥ അവരിലേക്കുള്ളതാണ്. ചത്തുപോയ രാഷ്ട്രീയക്കാരൻ രാംദാസോ മകളോ കൊച്ചുമകളോ ഒന്നും ഇനിയില്ല. അമ്മ മരിച്ച ശേഷം രാംദാസ് ഏറ്റെടുത്തതും, എന്നാൽ പ്രിയദർശിനിയുടെ സമരം മൂലം രാംദാസ് ആശ്രയിൽ വളർത്താൻ വിട്ടതും, തുടർന്ന് 15-ാം വയസ്സിൽ അപ്രത്യക്ഷനായ നിങ്ങൾ അറിഞ്ഞ പ്രകാരം പിന്നീട് രാംദാസിനരികിൽ തിരിച്ചെത്തുകയും ശേഷം രാംദാസ് മൂലം മണപ്പാട്ടിൽ ചാണ്ടിയുടെ ഫണ്ടിന്മേൽ MLAയുമായ ആൾ നമ്മളറിയുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി. എന്നാൽ കേട്ടുകൊള്ളുക, രാംദാസിന്റെ ജാരസന്തതിയായ സ്റ്റീഫനും ഇന്നീ കാണുന്ന പ്രതിഭാശാലിയായ സ്റ്റീഫൻ നെടുമ്പള്ളിയും ഒരാളല്ല. അതറിയാവുന്ന 4 പേരുണ്ട്. അതിൽ 3 പേർ സ്റ്റീഫൻ നെടുമ്പള്ളിയെ കൊന്നു കഴിവേറ്റാൻ എന്നെ പിന്നാലെ കൂടിയവരാണ്. അമ്മേ, അച്ഛൻ എന്താ വരാത്തെ? അച്ഛൻ മദ്രാശിയിലെ അധോലോക രാജാവ് അനന്തൻ നമ്പ്യാരുടെ സുപ്പാരിക്ക് പോയതാണ് 2 ഭീകര CIDമാരെ കൊല്ലാൻ. ആ ഭീകര CIDമാർ അച്ഛനെ കൊന്നു, മോനെ കൊന്നു. അങ്ങനെ പവനായി ശവമായി. ആ മകൻ വളർന്നു. നമ്മുടെ ലിസ്റ്റിൽ 1-ാമൻ പവനായി ജൂനിയർ. തൻ്റെ ഭർത്താവായ പവനായിയുടെ മരണത്തെ തുടർന്ന് ധാരാവിയിലെ പെരുമ നഷ്ടപ്പെട്ട ആ അമ്മ ഏറെ പ്രയാസപ്പെട്ട് പവനായിയുടെ മലപ്പുറം കത്തിയും അമ്പും വില്ലും ഉണ്ടയില്ലാത്ത തൂക്കം കളിക്കാൻ കൊടുത്താണ് ആ മകനെ വളർത്തിയത്. വലുതാകുമ്പോൾ നീ നിന്റെ അച്ഛൻ്റെ മരണത്തിന് പകരം വീട്ടണം. ആ ഭീകര CIDമാരെ കൊന്നു കടുവേറ്റണം. പവനായി ജൂനിയർ വളർന്നു. ധാരാവി ആകെ അറിയപ്പെടുന്ന ഒരു അമേച്ചർ കില്ലറായി പ്രോമോഡിലെത്തുന്ന കാലം. അയാൾ പ്രതികാരത്തിനായി പവനായിയുടെ ഘാതകരെ തേടി ഇന്നത്തെ ചെന്നൈയിലെത്തി. ഗവേഷക വിദ്യാർത്ഥിയെപ്പോലെ അഭിനയിച്ചു. 1987 ക്രൈമുകളിൽ നിന്നും പവനായിയുടെ കൊലയും പിന്നാലെ വന്ന കോളിളക്കത്തിനെയും വാർത്തകൾ കണ്ടെത്തി. CID രാംദാസിനെയും CID വിജയനെയും കണ്ടെടുത്തു. കൊട്ടേഷൻ ഏൽപ്പിച്ച അനന്തൻ നമ്പ്യാരെ തേടി 2 വട്ടം CIDമാർക്ക് ഉള്ളിലാക്കി. ഒടുക്കം ജയിലറിൽ വെച്ച് മരിച്ച അനന്തൻ നമ്പ്യാരുടെ കഥയറിഞ്ഞു. അന്വേഷണങ്ങളുടെ ഒടുക്കം കൂട്ടിക്കൊടുപ്പും കൊള്ളുവെപ്പുമായി നടക്കുന്ന അയാളുടെ മകൻ ബലരാമൻ നമ്പ്യാരെ കണ്ടെത്തി. ഈ സൂര്യന് ചുവട്ടില് എന്ത് നെറുകേടിനുമാവും ബലരാമന്. ഗഫൂർക്കയുടെ ആളക്കടത്ത് സംഘത്തിലെ ചെന്നൈ ബേസ് ചെയ്ത ട്രാഫിക്കിംഗ് ഡോണായിരുന്നു അയാൾ.
ജൂനിയർ പവനായും ബലരാമൻ നമ്പ്യാരും കൈകോർത്തു. സ്റ്റീഫൻ നെടുമ്പള്ളിയെ തിരിച്ചറിഞ്ഞ നാലാമനാണ് ഗഫൂർക്ക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മൂന്നാമൻ എവിടെയെന്ന്? 80കളിലെ ഗൾഫ് മൂവിൻ്റെ കാലത്ത് ആളക്കടത്തലുമായിട്ടാണ് ഗഫൂർ തൻ്റെ കള്ളക്കടത്ത് ജീവിതം തുടങ്ങിയത്. മടങ്ങി വരുന്ന ഉരുക്കളിൽ അയാൾ പെർഫ്യൂമും ഇലക്ട്രോണിക്സും കടത്തി. കസ്റ്റംസ് പിടിക്കുമെന്നറിയാൻ മണ്ടന്മാരെ ദുബായ് ആണെന്ന് പറഞ്ഞ് അറബി വേഷം കെട്ടിച്ച് മദ്രാസ് കടപ്പുറത്തിറക്കി. 90കളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള കള്ളക്കടത്തുകാരായിരുന്നു ഗഫൂർ. പക്ഷേ ഗാട്ട് കരാറും ആഗോളവൽക്കരണത്തിൻ്റെ കാലവുമായപ്പോൾ താഴേക്ക് പോയി. പിന്നീട് ഗോൾഡിലേക്ക് കടന്നു. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഗഫൂറിൻ്റെ ബിസിനസ് പങ്കാളിയായിരുന്ന പ്രഭാകരൻ നമ്പിയെ എല്ലാവർക്കും അറിയാം. CID-മാർ അകത്താക്കിയ ശേഷം പ്രഭാകരൻ ആകെ തകർന്നുപോയി. അയാളുടെ അമ്മയും ഭാര്യയും കേസ് നടത്തി സ്വത്തുക്കൾ വീതിച്ചു കൊണ്ടുപോയി. പ്രഭാകരൻ്റെ യഥാർത്ഥ ഇൻ്റലിജൻസുകാരിയായിരുന്ന ബാല്യക്കാരി അവസാന കാലം വരെ കേസ് നടത്തി. ആ ബാല്യക്കാരിയിലുണ്ടായിരുന്ന ജാരസന്ധതിക്ക് പ്രഭാകരൻ തൻ്റെ രഹസ്യ സമ്പാദ്യമെല്ലാം നൽകി. അനാഥാലയത്തിൽ വളർന്ന മകൻ സുധീർ അച്ഛൻ നൽകിയ കോണ്ടാക്റ്റായ ഗഫൂറിനെ ബന്ധപ്പെട്ടു. അങ്ങനെ ഗഫൂറിൻ്റെ തിരുക്കൊച്ചി മേഖലയിലെ പ്രധാന കടത്തുകാരനും ഹവാല ഏജൻറ്റുമായ ആ സുധീറാണ് നമ്മൾ തേടുന്ന മൂന്നാമൻ. പവനായിയും സുധീറും ബലരാമനും ഒന്നിച്ചു. CID രാംദാസിനെയും വിജയനെയും കൊന്ന് പകരം വീട്ടുമെന്ന് കൈകൊടുത്ത് പ്രതിജ്ഞയെടുത്തു. അന്ന് രാംദാസും വിജയനും ഒഴിവാക്കിയില്ലായിരുന്നെങ്കിൽ ഈ ഗഫൂർ ഒന്ന് കാണില്ലായിരുന്നു. ഗഫൂർ ആ നന്ദിക്ക് മനസ്സിൽ കളി കാണാൻ മാത്രം തീരുമാനിച്ചു. വിധി മറ്റൊന്നാണ് ഗഫൂറിന് കരുതി വെച്ചത്. ആഗോളവൽക്കരണം, കരിങ്കലിൽ നിന്ന് യുവാക്കൾ ഒഴിവാക്കിയ ശേഷം ഉണ്ടായ ബിസിനസ് തകർച്ച ഗഫൂറിൻ്റെ മകൻ അബ്ദുൽ ഗഫൂറിനെ അലട്ടി. നർക്കോട്ടിക്സിലേക്ക് ചുവടുമാറ്റാൻ അയാൾ ഗഫൂറിനെ നിർബന്ധിച്ചു. ഗഫൂർ മകനെ ഗുണദോഷിച്ചു. പക്ഷെ ഫലമുണ്ടായില്ല. അബ്ദുൽ ഗഫൂർ മുംബൈ കേന്ദ്രീകരിച്ച് ചില അന്താരാഷ്ട്ര ലഹരി കടത്തുകാരുമായി ഇടപാടുകൾ നടത്തി. ആ മേഖലയിലെ ഒരു സ്ട്രഗിളിംഗ് ബ്രോക്കറായി. ആ അബ്ദുളിൻ്റെ ഒരു വൻകിട ഡീലിലുണ്ടായ ചതിപ്രയോഗത്തിൽ അവൻ കൊല്ലപ്പെട്ടു. കൊന്നതിൻ്റെ പിന്നിലെ കൈ സ്റ്റീഫൻ നെടുമ്പള്ളിയുടേതാണെന്ന് എല്ലാവരെയും പോലെ ഗഫൂർ മനസ്സിലാക്കി. അതോടെ തൻ്റെ മകൻ്റെ കൊലയ്ക്ക് പകരം ചോദിക്കാൻ ഗഫൂർ ഇറങ്ങിത്തിരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ നാലാമനായി. ബോംബെ, മുംബൈ ആയ കാലം. നരസിംഹറാവു കാലത്ത് ഇറക്കുമതി ചുങ്കം പോയിട്ട് നാട്ടിലേക്ക് എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വന്നു തുടങ്ങി. സ്മഗ്ലിംഗ് ലാഭകരമല്ലാതായി. ചെറുകിട സംഘങ്ങൾ പൊട്ടി. അവർ കള്ളനോട്ടിലേക്കും വസ്തു ബ്രോക്കറിങ്ങിലേക്കും കടന്നു. ഗഫൂറിൻ്റെ അടക്കമുള്ള വൻ ടീംസ് പുതിയ മേൽച്ചിൽപ്പുറം തേടി സ്വർണ്ണക്കടത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ അതത്ര എളുപ്പമല്ലായിരുന്നു. ആ സമയത്താണ് കേരള മുഖ്യമന്ത്രി PK രാംദാസും സ്വർണ്ണ വ്യാപാരി മണപ്പാട്ടിൽ ചാണ്ടിയുമായി ഇടപാടുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചത്. സ്മഗ്ലേഴ്സ് ക്ലബ്ബിലെ ബന്ധം മുതലെടുത്ത് ഗഫൂർ ചാണ്ടിയെ കണ്ടു. ഗഫൂറിൻ്റെ പ്രായക്കൂടുതൽ അയാളെ പിന്നോട്ടടിച്ചു. പക്ഷേ കൃത്യസമയത്ത് അനന്തൻ നമ്പ്യാരുടെയും പ്രഭാകരൻ നമ്പിയുടെയും മക്കൾ ബലരാമനെയും സുധീറിനെയും പരിചയപ്പെടുത്തിയ ഗഫൂർ സ്വർണ്ണക്കള്ളക്കടത്തിലേക്ക് എൻട്രി സമ്പാദിച്ചു. ആദ്യമൊക്കെ NDP നേതാക്കൾക്ക് ഹവാല പണം എത്തിക്കുകയായിരുന്നു ഇരുവർക്കും ചുമതല. പിന്നീട് സ്വർണ്ണക്കടത്ത് റൂട്ടിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകുന്ന ഉത്തരവാദിത്തം ചാണ്ടി ഇരുവരെയും ഏൽപ്പിച്ചു. പിന്നീട് മണപ്പാട്ടിൽ ചാണ്ടി ആവശ്യപ്പെട്ട പ്രകാരം 1-2 കിലോയുടെ അല്ലറ സ്വർണ്ണക്കടത്ത് നടത്തി. സ്വന്തം റിസ്കിൽ ചെയ്യുന്ന പണികൾക്ക് ഇരുവരും പവനായിയെ കൂട്ടിന് വിളിച്ചു. മൂവരും ചേർന്ന് ചില ഹൈറ്റ് റിസ്ക് ഓപ്പറേഷനുകൾ നടത്തി യഥാർത്ഥ മാഫിയെ പ്രസാദിപ്പിച്ചു. അങ്ങനെ അവർ പോലും അറിയാതെ അവർ സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവേശനം സമ്പാദിച്ചു. മുകളിൽ നിന്ന് വരുന്നത് മറുത്ത് ചോദ്യം ചോദിക്കാതെ ബലരാമനും സുധീറും കടത്തിക്കൊണ്ടിരുന്നു. ഇത്രയുമായപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. കള്ളസ്വർണം വിൽക്കുന്ന 1-2 കടയുണ്ടെന്നൊഴിച്ചാൽ PK രാംദാസിലേക്കോ NDP-യിലേക്കോ കുഴൽപ്പണം നൽകുന്നോ കേരളത്തിലെ സ്വർണ്ണക്കടത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നോ മണപ്പാട്ടിൽ ചാണ്ടി അല്ലെന്ന്. ബലരാമനും സുധീറും എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ നല്ല അടവുള്ളതാണെന്നും അവർ കടത്തുന്നതെല്ലാം എവിടെ നിന്നും വരുന്നതാണെന്നും കൂടുതൽ വിവരമൊന്നും കിട്ടില്ലെന്നും ബലരാമനും സുധീറും മനസ്സിലാക്കി. മതവും രാഷ്ട്രീയം പോലെ സ്വമേധയ ഒഴുകുന്ന പ്രസ്ഥാനമാണ് മാഫിയയും. മതത്തിന് ദൈവവും രാഷ്ട്രീയത്തിന് പ്രത്യയശാസ്ത്രമാണെങ്കിൽ മാഫിയയ്ക്ക് നിങ്ങളിലുള്ള ഭോഗിയാണ് ആശ്രയം. പ്രസ്ഥാനത്തോടുള്ള ടോട്ടൽ അലിജൻസ് ആണ് മുഖ്യം. കൂടുതൽ ആലോചന കൂടാതെ പറഞ്ഞ പണിയെടുത്തുകൊണ്ടിരുന്നാൽ താനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. മാഫിയയുടെ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നതുവരെ ഓപ്പറേഷൻസിൽ കിട്ടുന്ന കമ്മീഷൻ ബലരാമനും സുധീറും പവനായിയും വിജയവാഡയിലെ കാസിനോ ഹോട്ടലിൽ വെച്ച് കണ്ടുമുട്ടി വീതിച്ചെടുത്തിരുന്നു. എന്ത് ചെയ്തും പണം സമ്പാദിക്കുമെന്നാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മാഫിയയുടെ ബെസ്റ്റ് കാൻഡിഡേറ്റാണ്. പക്ഷേ സെലക്ഷൻ കൃത്യമായ കൈവെപ്പുകാരിലൂടെ മാത്രമേ നടക്കൂ. ബലരാമനും സുധീറും എല്ലാം കൈവെപ്പുകാരായത് മണപ്പാട്ടിൽ ചാണ്ടിയായിരുന്നു. മാഫിയയിൽ വന്നവർ ചെയ്യുന്ന പണിക്കൊന്നും പ്രതിഫലം പറഞ്ഞല്ല ഏൽപ്പിക്കുന്നത്. ആത്മാർത്ഥമായി ചെയ്തു തീർത്താൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രതിഫലം കിട്ടും. ആദ്യം റീറ്റെയിലിംഗ് എൻഡ്, പിന്നെ എക്സിക്യൂട്ടീവ്. ഉത്തരവാദിത്തം ലഹരിയായി കൊണ്ടുനടക്കുന്നവരാണെങ്കിൽ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. എല്ലാ ചാനലുകളും പ്രത്യക്ഷത്തിൽ നിയന്ത്രിക്കുന്ന കമാൻഡൻസ് ആണ്. കമാൻഡൻസ് നേതൃഗുണം കൊണ്ടും ബുദ്ധി കൊണ്ടും ഒരു നിലവാരത്തിന് മുകളിലെത്തുമ്പോൾ ആൽഫ എന്ന സുപ്രീം കമാൻഡൻ്റായി തീരും. ആൽഫ എന്ത്, എവിടെ, എത്രയെണ്ണം എന്നതിനൊന്നും കൃത്യമായ കണക്കാർക്കുമില്ല. ആൽഫ ഒരു അപ്പോയിൻമെൻ്റ് അല്ല, ആൽഫ ആണ് മാഫിയ.
അബ്രാം ഖുറേഷി ഗ്യാങ്ങിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സാണ് ഇപ്പോൾ ബലരാമനും സുധീറും കൂട്ടുകാരും ഭവനായും. സ്കില്ലുകൊണ്ട് ബലരാമനും സുധീറിനും മുമ്പേ മാഫിയയിലെത്തിയ ആളാണ് ഭവനായി. ഇപ്പോൾ അബ്രാം ഖുറേഷി ഗ്യാങ്ങിൻ്റെ കമാൻഡൻ്റായ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മെയിൻ സെക്യൂരിറ്റി ഓഫീസറാണ് കമാൻഡോ സുപ്പീരിയറായ സയ്യിദ് മസൂദ്. നിങ്ങൾക്കറിയാവുന്ന പോലെ 3 കൂട്ടരാണ് ലോകം കീഴടക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്: മതം, രാഷ്ട്രീയം, പിന്നെ മാഫിയ. ആദ്യ രണ്ടും പുറമേക്ക് ദൃശ്യപ്രപഞ്ചമാണെങ്കിൽ മാഫിയ അദൃശ്യമാണ്. അദൃശ്യമായ മാഫിയ രാഷ്ട്രീയത്തിലേക്കും മതത്തിലേക്കും കടന്ന് വഴിമാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. രാഷ്ട്രീയ ബിംബങ്ങളിൽ പലതും മാഫിയയുടെ നേർക്കാഴ്ചയാകും. അപ്പോൾ മതരാഷ്ട്രീയ സ്ഥാപനങ്ങൾ ഭയക്കും. അവർ മാഫിയയ്ക്ക് ചില ചെക്ക് ആൻഡ് ബാലൻസ് വയ്ക്കാൻ ശ്രമിക്കും. മണപ്പാട്ടിൽ ചാണ്ടിയും NDPയുമായുള്ള ബന്ധം ഇന്ത്യ ഒട്ടുക്കറിയാം. പ്രത്യക്ഷ തെളിവുകളില്ലെങ്കിലും NDPക്ക് ലഭിക്കുന്ന വിശാലമായ ഫണ്ടിംഗ് കേന്ദ്രം ഭരിക്കുന്നവരെ വ്യാകുലരാക്കി. EDയും CBIയും മണപ്പാട്ടിൽ ചാണ്ടിയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങിയെങ്കിലും ഒന്നും കിട്ടിയില്ല. പ്രധാനമന്ത്രിക്ക് ഒരറ്റത്ത് പിടിച്ച് നാട്ടുകാർ അറിഞ്ഞതുകൊണ്ട് പിന്മാറാനും പറ്റാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് IBയുടെ തലവൻ തമിഴ്നാട് പോലീസിലെ അതിബുദ്ധിമാന്മാരായ CIDമാരായ ദാസനെയും വിജയനെയും പറ്റി പറയുന്നത്. പിന്നീട് കുറേ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തര സെക്രട്ടറിയും IB റോ തലവന്മാരും ദാസൻ്റെയും വിജയൻ്റെയും വിജയങ്ങളുടെ സ്ലൈഡുകൾ കാണുകയായിരുന്നു. അങ്ങനെ ദാസനും വിജയനും കെട്ടിച്ച എണ്ണിയാലൊടുങ്ങാത്ത ഓപ്പറേഷൻസ്. പ്രധാനമന്ത്രി ഇംപ്രസ്ഡായി. പ്രഥമൻ തൻ്റെ സംഘത്തോട് ആലോചിച്ചു എങ്ങനാക്കണമെന്ന്. സംഘം തീരുമാനിച്ചു, തമിഴ്നാട് പോലീസിലെ സ്റ്റാർ കോൺസ്റ്റബിൾ വിജയനെ തട്ടിക്കൊണ്ടുപോകണം. അയാളെ തട്ടിക്കൊണ്ടുപോയത് കള്ളക്കടത്ത് മാഫിയാണെന്ന് ദാസനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ദാസൻ ഇമോഷണലാകുമ്പം ഇന്ത്യയിലെ സകല കള്ളക്കടത്തുകാരൻ തീർക്കാനുള്ള മിഷനിലേക്കൊന്നും തള്ളിവിട്ടാൽ മതി. ബാക്കി ദാസൻ ചെയ്തുകൊള്ളും. അനന്തരം അവർ നിരൂപിച്ച പോലെ നടപ്പിലാക്കി. വിജയനെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു. ദാസൻ വൈരാഗ്യം കൊണ്ട് തിളച്ചു. മിഷനറി അയാളെ മൂപ്പിച്ചു. രണ്ടും കൽപ്പിച്ച് മാഫിയോട് യുദ്ധം പ്രഖ്യാപിച്ചു. അണ്ടർ കവർ ഓപ്പറേഷൻസിന് ഇറങ്ങാൻ രാംദാസ് തീരുമാനിച്ചു. രാംദാസിന് കൃത്യസമയത്ത് കാച്ചിക്കുറുക്കിയ ഉപദേശമെത്തി. ഇന്ത്യൻ കള്ളക്കടത്ത് മാഫിയയിലേക്ക് കയറാനുള്ള വഴി മണപ്പാട്ടിൽ ചാണ്ടിയാണ്. അയാളിലേക്ക് എത്തണമെങ്കിൽ മുഖ്യമന്ത്രി PK രാംദാസും. PK രാംദാസിലേക്ക് എത്താനുള്ള പദ്ധതി അങ്ങനെ തയ്യാറായി. PK രാംദാസിൻ്റെ അവഹിതപുത്രനുണ്ട്, പേര് സ്റ്റീഫൻ. അവൻ അമ്മയുള്ള കാലം വരെ ആ സ്ത്രീക്കൊപ്പം കഴിഞ്ഞു. പിന്നീട് രാംദാസ് അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാംദാസിൻ്റെ ഭാര്യയ്ക്ക് ഈ ബന്ധത്തെപ്പറ്റി ചില ധാരണകൾ ഉണ്ടായിരുന്നതിനാൽ അവൾ വെറുപ്പോടെ അവനെ അകത്തി. ആ വെറുപ്പ് അതേപോലെ പകർന്നു കിട്ടിയ മകൾ പ്രിയദർശിനി തൻ്റെ അമ്മയുടെ മരണശേഷം PK രാംദാസിനോട് കലഹിച്ച് സ്റ്റീഫനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നീട് അല്പകാലം ആശ്രയയിൽ കഴിഞ്ഞ ശേഷം അവൻ നാട് വിട്ടു. പിന്നെ ആരും അവനെ കണ്ടിട്ടില്ല. ഇപ്പോൾ 10-25 വർഷമായി. CD രാംദാസ് സ്റ്റീഫനായി വേഷപ്രച്ഛന്നാകുക, PK രാംദാസിൻ്റെ അടുത്ത് ചെന്നുകൂടുക, രാഷ്ട്രീയത്തിലും കടക്കുക, മണപ്പാട്ടിൽ ചാണ്ടിയുമായി ബന്ധം സ്ഥാപിക്കുക, ആ ബന്ധം ഉപയോഗിച്ച് ഇന്ത്യൻ മാഫിയയുടെ ഹയറാർക്കിയിൽ കയറിപ്പറ്റുക, രഹസ്യ വിവരങ്ങൾ ചോർത്തി വിജയനെ തപ്പിയെടുക്കുക, ആ പോക്കിൽ ഇന്ത്യൻ കള്ളക്കടത്ത് മാഫിയെ തകർക്കുക. തുടർന്ന് CD രാംദാസ് PK രാംദാസിൻ്റെ മുന്നിൽ ചെല്ലുന്നതിൻ്റെ ഭാഗമായി സ്റ്റീഫനായി വേഷം കെട്ടി. ആശ്രയ വഴി ഫാദർ നെടുമ്പള്ളിയിലെത്തി. ആ വഴി PK രാംദാസിലേക്ക് പരിണമിച്ചു. പിതൃവാത്സല്യം കൊണ്ട് കാഴ്ച മങ്ങിയ PK രാംദാസ് സ്റ്റീഫൻ AKA CD രാംദാസിനെ പൊളിറ്റിക്സിൽ ലോഞ്ച് ചെയ്തു. മത്സരിച്ച് ജയിക്കാൻ ഏറ്റവും സേഫായ പരമ്പരാഗത ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായി നെടുമ്പള്ളി നൽകി. സ്റ്റീഫൻ്റെ കരിസ്മയിൽ പാട്ടും പാടി ജയിച്ചു കയറി MLA ആയി. അങ്ങനെ സ്റ്റീഫൻ നെടുമ്പള്ളിയായി. അതിനൊപ്പം സ്റ്റീഫൻ PK രാംദാസ് വഴി മണപ്പാട്ടിൽ ചാണ്ടിയുടെ സഹചാരിയുമായി. CD രാംദാസിന് മണപ്പാട്ടിൽ ചാണ്ടി വെറും പടമാണെന്ന് മനസ്സിലായി. CD രാംദാസ് കൃത്യമായ ലീഡുകൾ നേടി മാഫിയയുടെ ശരീരത്തിലേക്ക് കടന്നു. ആ കാലത്ത് മാഫിയ സയ്യിദ് മസൂദിനെ സ്റ്റീഫൻ്റെ സെക്യൂരിറ്റി കമാൻഡൻ്റായി നിയമിച്ചു. മാഫിയയിലെത്തി സയ്യിദ് മസൂദിൻ്റെ സംരക്ഷണയിൽ നടത്തിയ ചില വലിയ ഓപ്പറേഷൻസ് സ്റ്റീഫൻ നെടുമ്പള്ളിയെ ഹയറാർക്കിയുടെ മുകളിലേക്ക് പെട്ടെന്ന് കയറാൻ സഹായിച്ചു. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ദ്വന്ദ്വ വ്യക്തിത്വം മാഫിയയിലെ മേലാളന്മാർക്ക് നന്നേ ഇഷ്ടമായി. നാട്ടുകാർക്ക് അനാഥാലയത്തിൽ അന്തി ഉറങ്ങുന്ന കുട്ടികളെ ഇഷ്ടപ്പെടുന്ന സാധു രാഷ്ട്രീയക്കാരൻ, മാഫിയയ്ക്ക് ചെകുത്താൻ്റെ ബിംബങ്ങൾ വാരി വിതറുന്ന മാഫിയോട് തികഞ്ഞ വിധേയത്വമുള്ളവനും. ആ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അഴിഞ്ഞാട്ടമാണ് ജനം ലൂസിഫറിൽ നേരിട്ട് കണ്ടത്. യഥാർത്ഥത്തിൽ താൻ CD രാംദാസ് ആണെന്ന് പോലും സ്റ്റീഫനിൽ അനുഗ്രഹീത നടൻ മറന്നുപോയി. അയാളിലെ ഡ്യുവൽ പേഴ്സണാലിറ്റി മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയായി കഴിഞ്ഞിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി ആരെന്ന് ചൂഴ്ന്നു നോക്കാൻ മാഫിയയും പ്രേരിപ്പിച്ചത് ആ അഴിഞ്ഞാട്ടമാണ്. ഫെയ്ഡർ ലഹരി മാഫിയയുടെ മൾട്ടി ബില്യൺ മുഖമായിരുന്നു. ഇന്ത്യൻ റീജിയനിലെ കമാൻഡൻ്റായിരുന്നു. മണപ്പാട്ടിൽ ചാണ്ടിക്ക് മുകളിൽ ഒരു കമാൻഡൻ്റായി സ്റ്റീഫൻ നെടുമ്പള്ളി വളർന്ന കാലം
കള്ളക്കടത്തിൽ നല്ല കടത്ത്, മോശം കടത്ത് എന്നൊന്നുമില്ല. വിറ്റാൽ കൂടുതൽ ലാഭം എന്ത് വരുന്നുവോ അത് ചെയ്യുക. കച്ചവട നീതി. പൊറോട്ട വിൽക്കുന്നവൻ അരിക്കച്ചവടക്കാരനെ പൂട്ടിക്കേണ്ടതില്ലല്ലോ. പിന്നെന്തിനാണ് സ്വർണം കടത്തുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി മയക്കുമരുന്ന് കടത്തുന്ന ഫെയ്ഡറിനെ കൊന്നത്? ഫെയ്ഡർ മയക്കുമരുന്നിൻ്റെ കേരള ബിസിനസ്സിനാണ് വന്നത്. PK രാംദാസിൻ്റെ ചാനൽ ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ഉപദേശിച്ചത് അബ്ദുൽ ഗഫൂറാണ്. രാംദാസിൻ്റെ മരുമകൻ ബിമൽ നായരെ കൊണ്ടുവന്നത് അബ്ദുളാണ്. അതും വാപ്പാൻ്റെ എതിർപ്പ് മാനിക്കാതെ. നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ബിമൽ നായരുടെ ആഴമറിയാതെയാണ് അബ്ദുൾ ഇടപെട്ടത്. ബിമൽ കച്ചവടത്തിന് കൊള്ളില്ലെന്ന് PK രാംദാസിന് നേരത്തെ അറിയാമായിരുന്നു. അയാൾ സ്റ്റീഫൻ അറിയിച്ച വിവരം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ബിമൽ PK രാംദാസിന് മേൽ കൊടുത്ത പ്രഷർ രാംദാസ് സ്റ്റീഫനോട് പറഞ്ഞിരുന്നു. സ്വർണത്തിൻ്റെ ചാനലിൽ മയക്കുമരുന്ന് പറ്റില്ലെന്ന് അയാൾ എടുത്ത കടുത്ത തീരുമാനമാണ്. കൊളോണിയം 210 പോലുള്ള രാസവസ്തു ഡോക്ടർ മുഖാന്തരം കൊടുത്ത് PK രാംദാസിനെ കൊല്ലാൻ ബിമലിനെ പ്രേരിപ്പിച്ചത്. PK രാംദാസിൻ്റെ മരണശേഷം ബിമൽ ഒരു കളി വെച്ച് നോക്കിയതാണ്. പക്ഷേ അയാൾ ചിന്തിച്ചതിനും എത്രയോ മേലെയാണ് കേരള രാഷ്ട്രീയത്തിലെ കളികളെന്ന് അയാൾ അറിഞ്ഞു. ഫെയ്ഡറിന് മോശം പങ്കാളി നൽകിയത് വഴി അബ്ദുൽ ഗഫൂർ മാഫിയയുടെ എല്ലാവരുടെയും ശത്രുവായി. അബ്ദുൽ ഗഫൂറിൻ്റെ കൊല പ്രതീക്ഷിക്കപ്പെട്ടതായിരുന്നു, ബിമലിൻ്റെയും. അത് നടത്തേണ്ടിയിരുന്നത് ഫെയ്ഡറിൻ്റെ സംഘമായിരുന്നു താനും. പക്ഷേ ഫെയ്ഡറിൻ്റെ കൊല അപ്രതീക്ഷിതമായിരുന്നു. മാഫിയയുടെ കമാൻഡൻ്റായ പഴുതടച്ച കമാൻഡോ സെക്യൂരിറ്റിയുള്ള അതിലും ഷാർപ്പായ ഇന്റലിജൻസ് സംഘമുള്ള ഫെയ്ഡർ എങ്ങനെ കൊല്ലപ്പെട്ടു? മാഫിയയ്ക്ക് അവിശ്വസനീയമായിരുന്നത്. മുഗൾ ഹയറാർക്കി മുഴുവൻ അലേർട്ടായി. ഇന്റലിജൻസ് സംഘം മുഴുവൻ സമൺ ചെയ്യപ്പെട്ടു. മാഫിയയും അതുമായി ബന്ധപ്പെട്ട കമാൻഡോസും മാത്രമാണ് ഫെയ്ഡറുകളെടുത്ത് കടന്നത്. ഒരു കമാൻഡൻറ്റിൻ്റെ കൊല പുറത്തു നിന്ന് ബന്ധപ്പെട്ട മറ്റൊരു കമാൻഡൻറ്റ്, അല്ലെങ്കിൽ അയാളുടെ കമാൻഡോസ്, അതുമല്ലെങ്കിൽ മരണപ്പെട്ട കമാൻഡിൻ്റെ സ്വന്തം കമാൻഡോസ്, ഇപ്രകാരം മാത്രമേ കൊല്ലപ്പെടൂ. ഇന്റലിജൻസ് എല്ലാം മുകൾ തട്ടിനെ അറിയിച്ചു. ഇന്റർ മാഫിയ കോൺടാക്റ്റ് വഴി ഫെയ്ഡറിൻ്റെ ലൊക്കേഷൻ അറിഞ്ഞത് സ്റ്റീഫൻ നെടുമ്പള്ളി. അവിടേക്ക് സെക്യൂരിറ്റി ബ്രീച്ച് ചെയ്ത് കടന്നുചെന്ന് സെയ്ദ് മസൂദ്, കമാൻഡോ ഇൻ ചീഫ് ഓഫ് സ്റ്റീഫൻ നെടുമ്പള്ളി. ഫെയ്ഡറിനെ കൊന്നു സ്റ്റീഫൻ നെടുമ്പള്ളി. ഒട്ടുപോയി. മണപ്പാട്ടിൽ ചാണ്ടി സമൺ ചെയ്യപ്പെട്ടു. ചാണ്ടി അപകടം മണത്തു. സ്റ്റീഫൻ നെടുമ്പള്ളിയെ തള്ളിപ്പറഞ്ഞു. സ്റ്റീഫനെ താവളത്തിൽ എത്തിച്ചു കൊടുക്കാമെന്ന് ചാണ്ടി വാക്ക് നൽകി. അനന്തരം മാഫിയയുടെ കുഴൽപ്പണ ഓപ്പറേഷൻസിൽ നിന്ന് സ്റ്റീഫനെ മാറ്റി. മറ്റ് വഴികളിൽ കൂടി ഫണ്ട് വർമ്മസാറിലേക്കും ജിതിൻ രാംദാസിലേക്കും ചെന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി, സെയ്ദ് മസൂദ്, പിന്നെ അബ്രാം ഖുറേഷി ഗ്യാങ്ങും ജൂനിയർ പവനായി മാഫിയയിലേക്ക് കമാൻഡോ സെക്യൂരിറ്റിയായി വന്ന ശേഷം പതി അയാളിൽ നിക്ഷിപ്തമായ ചുമതല സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ സെക്യൂരിറ്റിയും കമാൻഡ് സ്വീകരിക്കലുമാണ്. തൻ്റെ കൈവശം കിട്ടിയ വിവരങ്ങൾ പ്രകാരം തൻ്റെ കമാൻഡൻ്റായി വന്നയാൾ CID രാംദാസ് ആണെന്ന് ജൂനിയർ പവനായി തിരിച്ചറിഞ്ഞു. മാഫിയയിൽ ഇമോഷൻസിന് സ്ഥാനമില്ല. ഒരു കമാൻഡനെ കൊന്നിട്ട് അങ്ങനെ രക്ഷപ്പെടാനുമാവില്ല. കുറ്റമറ്റ അവസരം വരണം. തനിക്ക് മാഫിയ തന്നെ അതിന് അവസരം തരുമെന്ന് സെയ്ദ് മസൂദ് എന്ന ജൂനിയർ പവനായി പ്രതീക്ഷിച്ചു. സെയ്ദ് ബലരാമനെ കൊണ്ട് അന്വേഷിച്ച് തമിഴ്നാട് പോലീസിൽ രാംദാസും വിജയനും ഇല്ലെന്ന് ഉറപ്പിച്ചു. സെയ്ദ് ആരോടും പുറത്തു പറഞ്ഞിരുന്നില്ല. മാഫിയ പരദൂഷണത്തിന് പറ്റിയിടമല്ലല്ലോ. സ്റ്റീഫൻ സാധാരണ മനുഷ്യവികാരങ്ങളുള്ള ആളായിരുന്നു. സെയ്ദ് എല്ലാം മനസ്സിലാക്കി കൂടെ ഉണ്ടായിരുന്നു. സ്റ്റീഫൻ പെണ്ണുകേസിലകത്തായത്, ഫെയ്ഡറിനെ പോലെ ഡോണിനെ കൊല്ലാൻ രാഷ്ട്രീയം ചാരി ഉത്തരവ് നൽകിയത് എല്ലാം മാഫിയയ്ക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയെ സംശയിക്കാൻ വഴിയൊരുക്കി. അധികം വൈകാതെ മാഫിയയുടെ ഇൻ്റലിജൻസ് എല്ലാം തപ്പിയെടുത്ത ശേഷം മാഫിയ സ്റ്റീഫൻ നെടുമ്പള്ളിയെ കമാൻഡിൽ നിന്ന് മാറ്റി. സ്റ്റീഫൻ മാഫിയയിൽ നിന്ന് മരണം ഇരന്നു വാങ്ങുമ്പോൾ ആദ്യ വെടി താൻ വെച്ചിരിക്കുമെന്ന് പവനായി ഉറപ്പിച്ചു. മാഫിയ സ്റ്റീഫന് സ്കെച്ചിട്ടു. സ്റ്റീഫനുമായി മാഫിയയുടെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു. മണപ്പാട്ടിൽ ചാണ്ടി റൂട്ട് മാറ്റി. തൻ്റെ കേരള രാഷ്ട്രീയം വെച്ചുള്ള കളി തീർന്ന സ്റ്റീഫന് തോന്നി. ആ സമയത്ത് മാഫിയ സ്റ്റീഫൻ നെടുമ്പള്ളിയോട് തിരിച്ച് സൈബീരിയയിലേക്ക് വന്ന് അബ്രാം ഖുറേഷി ഗ്യാങ്ങിൻ്റെ സാങ്കല്പികമായ ആൽഫയാകാൻ നിർദ്ദേശം നൽകി. അന്നു മുതൽ പാവം CID രാംദാസ് താൻ അബ്രാം ഖുറേഷിയാണെന്നൊക്കെ പറയാൻ തുടങ്ങി. അബ്രാം ഖുറേഷി, അബ്രാം